ലോക്സഭാ ഇലക്ഷൻ്റെ 4 ഘട്ടങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. 4 ഘട്ടങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ചിത്രം മാറിയിരിക്കുകയാണ്. തുടക്കത്തിലുള്ള ചിത്രമല്ല ഇപ്പോഴുള്ളത്. ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് ഒന്നാം ഘട്ടത്തിൻ്റെ സമയത്ത് 400 സീറ്റ് അബ് കി ബാർ 400 പാർ 400 സീറ്റ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന BJPക്കും NDAയ്ക്കും ഇപ്പോൾ 200 എത്തിയാൽ ഭാഗ്യമെന്ന നിലയിലേക്കും കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. കഴിഞ്ഞ 4 ഘട്ടങ്ങളായിട്ട് മാത്രമല്ല അതിനിടെ നടന്ന സംഭവവികാസങ്ങളെല്ലാം കൂടി പരിശോധിക്കുമ്പോഴത്തേക്കും BJPക്ക് കാര്യമായ തിരിച്ചടി കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മാറ്റങ്ങൾ ചെറുതായിട്ട് ഫലത്തിൽ വന്നു തുടങ്ങിയിട്ടുമുണ്ട്. ആ മാറ്റങ്ങൾ ആദ്യം പ്രതിഫലിക്കുന്നത് ഓഹരി വിപണിയിലാണ്. വിപണിയെക്കുറിച്ച് പ്രസ് വൺ TV തന്നെ നേരത്തെ ഒരു വാർത്ത ചെയ്തിരുന്നു. മാത്രമല്ല ദ ഹിന്ദുവിൻ്റെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ എൻ റാം ഇതിനെക്കുറിച്ച് ട്വീറ്റും ചെയ്തിരുന്നു. വിപണിക്കകത്ത് മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാറ്റങ്ങളുടെ ഇമ്പാക്റ്റ് കാര്യമായിട്ട് വിപണിക്കകത്ത് വന്നു തുടങ്ങിയിട്ടുണ്ടെന്ന്. അപ്പോൾ BJPക്ക് ആദ്യത്തെ പോലെ അവർ വിചാരിച്ച പോലെ അത്ര എളുപ്പമല്ല വീണ്ടും അധികാരത്തിൽ വരുന്നത്. മാത്രമല്ല അതിനൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ലഭിച്ചതും വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാവുകയാണ്. BJPക്ക് കാര്യങ്ങൾ പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം അനലൈസ് ചെയ്തുകൊണ്ട് മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലെ CPIMൻ്റെ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഡോക്ടർ തോമസ് ഐസക് ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അനലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറിപ്പൊന്ന് വായിക്കാം. മാത്രമല്ല ഇപ്പോഴത്തെ ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തെ വ്യക്തമായിട്ട് അദ്ദേഹം പ്രതിപാദിക്കുന്നുമുണ്ട്. ആ കുറിപ്പിനകത്ത് അദ്ദേഹം പറഞ്ഞ കാര്യം എങ്ങനെയാണ്: ലോക്സഭാ ഇലക്ഷൻ്റെ 4ാം ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. ഇലക്ഷൻ പ്രക്രിയ തുടങ്ങിയപ്പോഴത്തെ അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത്. 400 സീറ്റിൻ്റെ മുദ്രാവാക്യവുമായിട്ടാണ് BJP ഇലക്ഷൻ ഗോതയിൽ ഇറങ്ങിയത്. എന്നാൽ ഇപ്പോൾ ഇലക്ഷൻ ഫലം അനിശ്ചിതാവസ്ഥയിലാണ്. 400 സീറ്റ് പോയിട്ട് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന ശക്തമായ പ്രവചനങ്ങളും ഉണ്ടായിക്കഴിഞ്ഞു. ഏപ്രിൽ 1-ന് ശേഷം വിദേശ നിക്ഷേപകർ 30,000 കോടി രൂപയോളം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പിൻവലിച്ചു. ഇതിൻ്റെ ഫലമായി സെൻസെക്സ് 2% ഇടിയുകയും ചെയ്തു. 2014-ലും 2019-ലും നേരെ മറിച്ചായിരുന്നു സ്ഥിതി. 4ാം ഘട്ടം വരെയുള്ള ഇലക്ഷൻ കാലത്ത് യഥാക്രമം സെൻസസ് സൂചിക 3.7%, 2.2% ഉയരുകയാണ് ചെയ്തത്. വിദേശ നിക്ഷേപവും ഗണ്യമായി ഉയർന്നു. ഇലക്ഷന് മാത്രമല്ല സ്റ്റോക്ക് മാർക്കറ്റിനെ സ്വാധീനിക്കുന്നത് എന്ന് വാസ്തവം തന്നെ. എന്നാൽ അമിത്ഷായ്ക്ക് തന്നെ നിക്ഷേപകരെ സമാധാനിപ്പിക്കാൻ തങ്ങൾ തന്നെയായിരിക്കും അധികാരത്തിൽ തിരിച്ചു വരികയെന്നും ജൂൺ 4-ന് ഓഹരി വിലകൾ കുത്തനെ ഉയരുമെന്നും അതുകൊണ്ട് ഓഹരികൾ വിറ്റഴിക്കുന്നത് യുക്തിപരമല്ലെന്നും വിശദീകരിക്കേണ്ടി വന്നു. 2. അത്ഭുതപ്പെടുത്തുന്ന സ്വീകാര്യതയാണ് ധ്രുവ് റാഠേയും രവീഷ് കുമാറിനെയും പോലുള്ള യൂട്യൂബർമാരുടെയും ബദൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ മോദി വിരുദ്ധ പോസ്റ്റുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ധ്രുവ് റാഠിയുടെ 3 യൂട്യൂബ് ചാനലുകളായിട്ട് 2.56 കോടി വരിക്കാരാണുള്ളത്. രാഷ്ട്രീയ വിശദീകരണത്തിലുള്ള ഹിന്ദി ചാനലിന് 1.9 കോടി ആളുകളാണ് വരിക്കാരായുള്ളത്. ഓരോ വീഡിയോയും കോടിക്കണക്കിന് ആളുകളാണ് കാണുന്നത്. ഏറ്റവും പുതിയ വീഡിയോയായ മോദി ദ റിയൽ സ്റ്റോറി 24 മണിക്കൂറിനകം കണ്ടത് 1 കോടി ആളുകളാണ്. മോദി വിരുദ്ധ വീഡിയോ കാണാൻ താല്പര്യപ്പെടുന്നവരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. അതേസമയം മോദിയുടെ റാലി വീഡിയോ കാണുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയുമാണ്. 3. സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ്റെ ഈ വിജയം മുഖ്യധാര മാധ്യമങ്ങളെയും സ്വാധീനിച്ചിട്ടുണ്ട്. തങ്ങളുടെ വരിക്കാരെയും പ്രേക്ഷകരെയും പിടിച്ചു നിർത്തുന്നതിന് പ്രതിപക്ഷ വാർത്തകൾ കൊടുക്കുന്നതിന് ഇവർ നിർബന്ധിതരായി തീരുന്നു. ഇതിന് ഏറ്റവും നല്ല ഉദാഹരണം കെജ്രിവാളിൻ്റെ മോചനമാണ്. കെജ്രിവാളിൻ്റെ സ്വീകരണത്തിൽ മറ്റും പ്രേക്ഷകരിൽ നല്ലൊരു പങ്ക് തങ്ങളുടെ ഫോണുകളിൽ നിന്നും ലൈവ് കൊടുത്തുകൊണ്ടിരിക്കുന്നതും കാണാം. മുഖ്യധാര മാധ്യമങ്ങൾക്കും മാറി നിൽക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു. മോദിയുടെ വർഗീയ പ്രസംഗങ്ങൾക്കെതിരെ പല അച്ചടി മാധ്യമങ്ങൾക്കും എഡിറ്റോറിയൽ എഴുതേണ്ടി വന്നു. 4. ഏറ്റവും പ്രധാനപ്പെട്ട സൂചന മോദിയുടെയും BJPയുടെയും ക്യാമ്പയിൻ്റെ ഉള്ളടക്കത്തിൽ വന്ന മാറ്റമാണ്. 400 സീറ്റിൻ്റെ വമ്പ് കഥകളും വികസന നേട്ടങ്ങളും പറഞ്ഞാണ് ഇലക്ഷൻ ക്യാമ്പയിൻ ആരംഭിച്ചത്. എന്നാൽ 2ാം ഘട്ടം കഴിഞ്ഞതോടെ വർഗീയ പ്രചാരണങ്ങൾക്ക് മോദി തന്നെ മുൻകൈയെടുത്തു. ഒരു പ്രധാനമന്ത്രിയെന്നും ഇത്രയും വിഷലിപ്തമായ വർഗീയത നാം ഇതുവരെ കേട്ടിട്ടില്ല. ഓരോ ഘട്ടത്തിൻ്റെ എക്സിറ്റ് പോളുകൾ നടക്കുന്നുണ്ട്. നമുക്ക് അവയുടെ ഫലം 4-ാം തീയതിയെ അറിയൂ. പക്ഷേ ഭരിക്കുന്നവർക്ക് നേരത്തെ അറിയാമല്ലോ. അതിൻ്റെ വെപ്രാളമാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗങ്ങളിൽ നിന്നും പ്രതിഫലിക്കുന്നത് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഈ വെപ്രാളം കൊണ്ട് അദാനി അംബാനി പരാമർശം പോലുള്ള മടയത്തരങ്ങളും മോദിയുടെ വായിൽ നിന്ന് വീഴുന്നു. ചുരുക്കത്തിൽ ഇലക്ഷൻ പ്രക്രിയ മുന്നേറും തോറും മോദിക്കും NDAയ്ക്കും എതിരെ കാറ്റ് വീശുകയാണ്.
ഇത്തരം പറഞ്ഞാണ് അതിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത്. 4 പ്രധാനപ്പെട്ട കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അതിൻ്റെ കുറിപ്പ്. ആ 4 കാരണം അദ്ദേഹം പറഞ്ഞ കാര്യം വെച്ചാൽ എന്തുകൊണ്ട് അടുത്തവണ BJP സർക്കാർ വീണ്ടും അധികാരത്തിൽ വരത്തില്ല, ഇന്ത്യ സഖ്യത്തിനാണ് സാധ്യത എന്ന് അദ്ദേഹം വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ആ 4 കാരണം ഏതൊക്കെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒന്ന് ഓഹരി വിപണിയാണ്, പിന്നെ BJPയുടെ പ്രചാരണത്തിൻ്റെ രീതിയാണ്, മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇമ്പാക്റ്റ് അത് വ്യക്തമായി അദ്ദേഹം എടുത്ത് പറയുന്നുണ്ട്. മാത്രമല്ല നമ്മളെല്ലാം ശ്രദ്ധിച്ച കാര്യമാണ് BJPയുടെ ക്യാമ്പയിൻ്റെ രീതി മാറിയിരിക്കുകയാണ്. നേരത്തെ ഒന്നാം ഘട്ട സമയത്ത് 400 സീറ്റും വികസന നേട്ടവും മാത്രമായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ രണ്ടാം ഘട്ടത്തിൽ എത്തിയ സമയത്ത് മുതൽ അവരുടെ നീക്കങ്ങൾ മാറി, അവരുടെ പ്രചാരണ രീതികൾ മാറി, വർഗീയതയിലേക്ക് പ്രധാനമന്ത്രി തന്നെ മാറി. വ്യക്തമായി പറയുകയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഇലക്ഷൻ തീരാൻ വേണ്ടി കാത്തിരുന്ന പോലെയായിരുന്നു അദ്ദേഹത്തിൻ്റെ നീക്കങ്ങൾ. 27-ാം തീയതി 26-ാം തീയതിയാണ് രണ്ടാം ഘട്ട ഇലക്ഷൻ നടന്നത്. 27-ാം തീയതി തന്നെ അദ്ദേഹത്തിൻ്റെ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഒരു വർഗീയ പരാമർശം വരികയും ചെയ്തു. അപ്പോൾ അതിൽ നിന്നെല്ലാം മനസ്സിലാകുന്ന കാര്യം എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെയല്ല, 400 എത്താൻ വല്ലാണ്ട് പാടുപെടും. മാത്രമല്ല BJP ചിലപ്പോൾ അധികാരത്തിൽ തന്നെ വരാനുള്ള സാധ്യത കൂടി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന് വ്യക്തമാക്കുന്നതാണ് തോമസ് ഐസക്കിൻ്റെ ഈ ലേഖനം.